ഫസ്റ്റ് സാലറി എത്രയാണോ അത് ഡിവൈഡ് ചെയ്തിട്ട് ബാംഗ്ലൂർ വന്നവർ ലിസ്റ്റ് എടുക്കുക. അത് എത്രയാണെങ്കിൽ ഷെയർ നിങ്ങൾക്ക് ഉള്ളതാണ്. അതും ഇന്ന് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് സാലറി അതാ നിങ്ങളാണ് അത് നേടിത്തന്നതും നിങ്ങളാണ് അതിനു വേണ്ടി സഹായിച്ചതും. അതുകൊണ്ട് ആദ്യ ശമ്പളം നിങ്ങൾക്കുള്ളതാണ്. അടുത്ത കൊല്ലത്തെ മുഴുവൻ സാലറി അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി, അത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ബിസിനസ് എല്ലാവർക്കും ചെയ്യാൻ അതും വെച്ചിന് ബിസിനസ് ചെയ്യാതിരിക്കരുത് കേട്ടോ. ഇത് അല്ലെ, നമ്മൾ ഓരോരുത്തരുടെ ഇത് നോക്കിയിട്ടായിരിക്കും നമ്മൾ അത് ചെയ്യാൻ വേണ്ടി പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഇനി അങ്ങോട്ടേക്ക് അല്ലെ നിങ്ങൾക്ക് പറയാം, ആർക്കെങ്കിലും സമൂഹത്തിൽ കഷ്ടപ്പാടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൽ നിന്ന് ആ പൈസ എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും. മറ്റൊന്നും കൂടെ നിങ്ങൾക്കറിയാം, ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഓൾറെഡി 1,00,000 മേലെ പോയിട്ടുണ്ട്. പെട്ടെന്നാണ് കയറിക്കൊണ്ട് പോണത്. അപ്പോൾ അവർ അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടുണ്ട് യൂട്യൂബുകാർ. അപ്പോൾ ഒരു സന്തോഷ വാർത്ത കൂടെ, യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതായത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഈ ചാരിറ്റിയിലെ അക്കൗണ്ടിലേക്ക് തന്നെ മാറ്റും എന്നിവിടെ അറിയിക്കുകയാണ്. മാത്രമല്ല, ഞാൻ പുതിയ, അതായത് ഒരുപാട് ഇന്നലെ 36ഓളം പേര് എന്നെ ഇന്നലെ വിളിച്ചിരുന്നു. പല ആളുകൾക്കും ബിസിനസ് ചെയ്ത് സ്റ്റക്കായി നിൽക്കുകയാണ്. ഒരു 10 മിനിറ്റ് അവർക്ക് ഉപദേശം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ ഗുരു എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും ഫ്രീ ആയിട്ട് ഉപദേശം ആർക്കും കൊടുക്കാൻ പാടില്ല, അതിന് പൈസ മേടിക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ നല്ലട്ട ഞാൻ പറഞ്ഞത്, ജസ്പീഡിയൻസിന്റെ കയ്യിൽ നിന്നല്ല. ഇന്നലെ UK എന്ന് വിളിച്ചിരുന്നു. പിന്നെ അങ്ങനെ പല സ്ഥലത്തു നിന്ന് ഓരോരുത്തർ വിളിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ അതിന് വേണ്ടിയിട്ട് ഇനി മുതൽ പുതിയ ഒരു ഇൻകം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് കൺസൾട്ടേഷൻ ഇൻകം, പുതിയൊരു മൾട്ടിപ്പിൾ സോഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കൺസൾട്ടേഷൻ ഇൻകം കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആര് വന്നു പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എടുത്താലും ഓഫീസിലേക്ക് വരണം. വരുന്നതിന് മുമ്പ് എൽദോയെ വിളിക്കണം. എന്തിനാ? എൽദോ അവർക്ക് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കും. അതിൽ പൈസ ഇട്ടാലേ എന്നെ കാണാൻ പറ്റും. ഓക്കെ, ആ പൈസ ട്രസ്റ്റിന് വേണ്ടി ഉപയോഗിക്കണം. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോ ട്രസ്റ്റിലേക്ക് 3 ടൈപ്പ് ഇൻകം. സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം പറയണം. കാരണം ഞാനും ബാംഗ്ലൂർ വന്നതാണ്. അപ്പൊ എനിക്ക് അവിടുന്ന് സാറ് പറഞ്ഞ കിട്ടുമല്ലോ. ഞാനത് എടുക്കത്തില്ല. ഞാനത് ഇവിടെ ഈ ടീമിലേക്ക് എനിക്ക് കിട്ടുന്നത് ഞാൻ ഈ ടീമിലേക്ക് ഞാൻ ചാറ്റ് ചെയ്യുകയാണ്. എൻ്റെ അതാ ഞാൻ ഇപ്പൊ ഞാൻ ഉറപ്പ് വരുന്നു. എനിക്ക് എന്താണോ കിട്ടുന്നത് അത് ഈ ടീമിലേക്ക്, എൻ്റെ ടീമിലേക്ക് മാത്രം ഞാനത് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, യെസ്, താങ്ക് യു. മറ്റൊന്നുകൂടെ, നമ്മുടെ ശാന്തകുമാരി അമ്മക്ക് വരാൻ പറ്റിയിട്ടില്ല ബാംഗ്ലൂരേക്ക്. പക്ഷെ അതിൽ നിന്ന് ഒരു ഓഹരി ശാന്തകുമാരി അമ്മക്ക് കൊടുക്കും. അതിലാരും എതിർപ്പ് പറയരുത്, കാരണം അമ്മയ്ക്ക് വരാൻ പറ്റാണ്ടാണ്. അപ്പൊ അതുകൂടെ നിങ്ങൾ സഹകരിക്കണം കേട്ടോ. ഓക്കെ, യെസ്. ഷെഫിക ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോഴത്തേക്കും 100-ന് മേലെ ആളുകളാണ് അന്ന് ബാംഗ്ലൂരേക്ക് എത്തിയത്, നിസ്സാര സമയങ്ങൾ കൊണ്ട് തന്നെ. അപ്പൊ അത് എന്തുകൊണ്ട് നിങ്ങൾ വന്നു എന്ന് ചോദിച്ചാൽ, ഈ പോസ്റ്റിംഗ് എനിക്കല്ല കിട്ടിയത്, നിങ്ങൾക്കാണ് അല്ലെ. ഒരാള് ഒരൊറ്റ ആള് വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അതില് എല്ലാവർക്കും നിങ്ങൾക്ക് കിട്ടിയ പോലത്തെ ഒരു ഫീലിലാണ് നമ്മളതിനെ അത് നമ്മൾ എന്താ പറയാ, അത് ഫേസ് ചെയ്തുള്ളൂ. അപ്പൊ അത്രയ്ക്കും എക്സൈറ്റ്മെന്റ് ആണ് എല്ലാവർക്കും തന്നെ. മാത്രമല്ല, നമ്മൾ ഈ കേരളത്തില് ഇനി ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കാനുണ്ട്. അപ്പൊ കേരളത്തില് ഹെറിറ്റേജ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതുകൊണ്ട് കിട്ടാൻ പോകുന്ന ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ആ ഗുണങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ ഞാനും അതിൽ കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. അപ്പൊ അടുത്ത ദിവസം 3 ദിവസത്തെ ട്രെയിനിങ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഫെസിലിറ്റി എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി ഈ ഒരു സ്ഥാനം ലഭിച്ചതിന് സർവശക്തനായ ദൈവത്തോടും അതോടൊപ്പം തന്നെ എനിക്കത് വാങ്ങിത്തന്ന നിങ്ങൾ ഓരോരുത്തരോടും നമ്മുടെ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. അതിന് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും നിങ്ങളുടെയൊക്കെ അനുഗ്രഹങ്ങളും ആശംസകളും എല്ലാം ഉണ്ടാവണം. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഓരോ അച്ചീവ്മെന്റും നേടിത്തരേണ്ടത്. അപ്പൊ ആ പ്രാർത്ഥന എല്ലാവരും അതിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അത് അറിയാം. ഇനിയും അത് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ഞാനൊന്ന് ആവശ്യപ്പെടുകയാണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സബ്ജക്റ്റ് എനിക്ക് ഒരാളോടെ കാണാത്തതിൽ വിഷമമുണ്ടായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് അവിടെ പ്രതീക്ഷിച്ചിരുന്ന മുഖമാണ്. പക്ഷെ മാമിന് സുഖം ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടെ ശ്രീദേവി മാഡം, ഞാൻ മാഡത്തിന് അവിടെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. കുഴപ്പമില്ല, എനിക്ക് ഒരു ആശംസ കിട്ടിയേ പറ്റും മാമിന്. ഗുഡ് മോർണിംഗ് സർ. വരണമെന്നുണ്ടായിരുന്നു, എത്താൻ പറ്റില്ല.
കൺഗ്രാറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെയധികം സന്തോഷം. ഇനിയും സാർ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കിട്ടിയതിൽ വളരെയധികം ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട് എനിക്ക്. വീട്ടിലിരുന്നാണെങ്കിലും ഞാൻ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു. ഓക്കെ, ഒരുപാട് സന്തോഷം. താങ്ക് യു മാഡം. എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ഫീലാണ് കിട്ടിയത്. വളരെ സന്തോഷമുണ്ടോ? കാരണം ശ്രീദേവി മാഡത്തിൻ്റെ ഒക്കെ ഒരു അനുഗ്രഹം കിട്ടാന്നൊക്കെ വെച്ചാൽ അത്രയ്ക്കും ഭാഗ്യം ചെയ്തവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഓക്കെ,